ഞങ്ങളെ കല്യാണഹാരം നമുക്ക് പ്രിസർവ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. ഇത് അനാവശ്യ പൈസ ചെലവാണോ എന്നൊക്കെ തോന്നിയായിരുന്നു. എന്നാലും ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതല്ലേ. അപ്പൊ അതിങ്ങനെ നശിച്ചു പോകണ്ടെന്ന് വെച്ച് നമ്മളങ്ങ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇപ്പൊ ഒരു കല്യാണത്തിന് മുന്നേയും കല്യാണം കഴിഞ്ഞും എന്തൊക്കെ കാണണം അല്ലേ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു കല്യാണ ഫോട്ടോ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീട് മാറിയപ്പോൾ എല്ലാം കൂടെ എവിടെ പോയൂ എന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്തോ പാക്ക് ചെയ്യേണ്ടത്. കല്യാണത്തിന് നമുക്ക് ഗിഫ്റ്റ് ഇട്ടൊരു ബോക്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് പേപ്പറെല്ലാം കുത്തിക്കയറ്റി വെച്ചിട്ട് പൂ എങ്ങനെയൊക്കെയോ അതിനകത്ത് ഇതേ തൃശ്ശൂരുള്ള ഒരു കൊച്ചിനാണേ കൊടുത്തത്. അതുകൊണ്ട് ഹാരം അത് DTDC വഴി കൊറിയർ അയക്കണമെന്ന് പറഞ്ഞു. കുറെ അടുത്ത് തിരക്കിയായിരുന്നു. പക്ഷെ എല്ലായിടത്തും ഭയങ്കര റേറ്റ് ആണ് ഈ പ്രിസർവ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് തൃശ്ശൂരായി പോയത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മൊത്തം പോക്കറ്റ് കയറി ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ചിന്തിക്കണമല്ലോ. പണ്ട് ചേട്ടന്മാരൊക്കെ ഗൾഫിൽ പോകുമ്പോഴത്തേന് ഈ പെട്ടി പൊതിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ ബ്രൗൺ ടേപ്പ് വെച്ചിട്ട് പെട്ടി മൊത്തം ഇങ്ങനെ പൊതിഞ്ഞ് നമ്മളിങ്ങനെ പിള്ളേരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ടേപ്പ് മൊത്തം പൊതിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് നമ്മളെ പേരും നാളും എല്ലാം എഴുതിയിട്ട് സുന്ദരൻ കുട്ടപ്പനാക്കി വെച്ച്. ഇത് നമുക്ക് ഇനി DTDC കൊടുക്കണം. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അക്ഷയയിലൊന്ന് കയറണമായിരുന്നു. കാരണം ഞങ്ങൾ മാരേജ് രജിസ്ട്രേഷന് കൊടുത്തായിരുന്നു. അപ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് വന്നു. അപ്പോൾ അത് പോയി അക്ഷയയിൽ പോയി പ്രിന്റ് എടുക്കണമായിരുന്നു. ഇപ്പൊ എല്ലാം ഓൺലൈൻ വഴി ചെയ്യാൻ തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കിടന്ന് കൊല്ലം മൊത്തം കിടന്ന് ഓടേണ്ടി വന്നേനെ. ഇത് എന്റെ അമലിന്റെയും എനിക്ക് തോന്നുന്നു 3-4 വർഷം മുന്നുള്ള പാസ്പോർട്ട് ഫോട്ടോയാണ് നോക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ ഒരു KSRTC ആണെങ്കിൽ റോഡിന്റെ നടുകെ കൊണ്ടങ്ങ് ഇട്ടേക്കുവാണ്. അങ്ങനെ ഫുള്ള് ബ്ലോക്ക് ആയി. അവിടെ ഈ ഗണപതിയുടെ ഫ്രണ്ടിലെ വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെച്ചേക്കുന്നത് ഞാൻ നോക്കിയപ്പോഴത്തേന് അമലിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറയണേ അത് ഇടയ്ക്ക് ഗണപതിക്ക് തോന്നുമ്പോൾ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാനാണെന്ന്. തമാശക്കാരനാണേ. പിന്നെ നമ്മൾ സാധനം കൊണ്ട് DTDC ഏൽപ്പിച്ചു.